ഹായ്, സിനിമാ കാഴ്ച നവാസ്. ഈ വ്യക്തിയുടെ കരച്ചിലിനെക്കുറിച്ചും മണ്ടത്തരങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോസ് ഇനി നമ്മളുടെ ചാനലിലൂടെ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കണ്ടത് പുള്ളി എൻ്റെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നു. തീർച്ചയായും ഞാൻ പുള്ളിയെക്കുറിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ്. അത് എടുത്തു വെച്ച് പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ വിവരമില്ലായ്മ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു. ആദ്യം പുള്ളി എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ കേട്ടു നോക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഈ 330 കോടി 30-ാം ദിനം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സംഭവം സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസമായെന്നുള്ളത് ഈ അരിയാഹാരം തിന്നുന്നവനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്തിട്ടുള്ള മരമണ്ടനായിട്ടുള്ള ലാൽ ഭക്തനായിട്ടുള്ള പൊട്ടനായിട്ടുള്ള നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തും 6 ദിവസം തള്ളി അങ്ങോട്ട് കയറ്റി 330 കോടി എന്ന് ഒരു പോസ്റ്ററൊക്കെ അടിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ഉളുപ്പും മാനവും വേണം. ഇത് തീരെ ഇല്ലാത്ത ഇനമാണ്. പ്രൊഡ്യൂസർ എന്നുള്ളത് മനസ്സിലായി. പക്ഷെ എന്ത് കേട്ടാലും അത് അപ്പാടെ വന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കുരയ്ക്കുന്ന നിന്നെപ്പോലുള്ള മരവാണങ്ങളാണ് സത്യത്തിൽ ഈ ലാൽ നടന്റെ ഒരു ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇവൻ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും കാണിക്കാതെ വന്നിട്ട് എന്തൊക്കെയോ പിച്ചും പിഴിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പം 24 ദിവസമായിട്ടുള്ള സിനിമ 24 ദിവസമായിട്ടുള്ള സിനിമ 30 ദിവസം ഒന്ന് തള്ളിയത് മാത്രമല്ല 330 കോടി ഗ്രോസ് കളക്ഷനാണ്. അതായത് ഈ സിനിമ 220 കോടി എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തന്നെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇട്ടു കേട്ടോ. പിന്നെ പെട്ടെന്നാണ് 110 കോടി രൂപ ടോട്ടൽ ഗ്രോസ്. ഓഫ്, രക്ഷയില്ലാട്ടാ. ഇങ്ങനെയൊക്കെ തള്ളണമെങ്കിൽ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ഒരുത്തനെയും കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ വേറെ ലെവലാണ് മച്ചാന്മാരെ, വേറെ ലെവലാ. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതെല്ലാം എൻ്റെ കരച്ചില് വല്ലാത്ത കരച്ചിൽ തന്നെ കേട്ടോ. ഓക്കെ ബൈ. കണ്ടല്ലോ, കേട്ടല്ലോ, നമ്മുടെ സിനിമാ കാഴ്ചക്കാരൻ നവാസ് പറഞ്ഞ കാര്യങ്ങൾ. പൊട്ടനാണ്, മണ്ടനാണ്, വേട്ടാവളിയനാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയുന്നുണ്ട്. ശരി, ഓക്കെ. നീ പറഞ്ഞ മണ്ടത്തരങ്ങൾക്ക് നിന്നെ കളിയാക്കിക്കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് മനസ്സിലായി നിനക്ക് വിവരമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ നിനക്ക് കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. നിന്റെ മിസ്റ്റേക്ക് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാം. പുള്ളി ആദ്യം പറയുന്ന കാര്യം, 24 ദിവസമായിട്ടുള്ള ദൃശ്യം 3 എന്ന സിനിമ ആന്റണി പെരുമ്പാവൂർ 6 ദിവസം തള്ളി 30 ദിവസമാക്കി മാറ്റി എന്നുള്ളതാണ് പുള്ളി ആദ്യം പറയുന്ന കാര്യം. ഈ പുള്ളി ആ പോസ്റ്ററും എടുത്തു വെച്ചാണ് സംസാരിക്കുന്നത്. ഈ പോസ്റ്റർ ലാലേട്ടനോ ആശീർവാദോ ആന്റണി പെരുമ്പാവൂരോ അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴി ഷെയർ ചെയ്തിട്ടില്ല. ഇത് സിനിമാ തിയേറ്ററിൽ വന്ന പോസ്റ്ററാണ്. ഈ പോസ്റ്ററിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് 30-ാം ദിവസത്തിലേക്ക് എന്ന്. 30-ാം ദിവസം എന്നുള്ളതല്ല, 30-ാം ദിവസത്തിലേക്ക് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സിനിമയെക്കുറിച്ച് അറിയാവുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, ഒരു സിനിമ ആദ്യ ആഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ 10-ാം ദിവസത്തിലേക്ക് എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ 15-ാം ദിവസത്തിലേക്ക് എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ വരാറുണ്ട്. 15 ദിവസം പൂർത്തിയാകുമ്പോൾ 25-ാം ദിവസത്തിലേക്ക് എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ വരും. ഇവിടെ ദൃശ്യം 3 3 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 30-ാം ദിവസത്തിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30-ാം ദിവസം എന്നുള്ളതല്ല. ഇവൻ, അതായത് ഈ സിനിമാ കാഴ്ച നവാസ്, ഏതോ ഒരു പോസ്റ്റർ ആരോ എഡിറ്റ് ചെയ്ത് ഇറക്കി വിട്ട പോസ്റ്ററും എടുത്തു വെച്ച് 30-ാം ദിവസം എന്നാക്കി മാറ്റി. ഞാനതിന് ഇവനെ കുറ്റം പറയില്ല. കാരണം ഇവന് വിവരമില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. മുൻപ് പാട്രിയോട്ടിന്റെ ഷൂട്ടിംഗ് സമയത്ത് മമ്മൂട്ടിയുടെ ഒരു AI പിക്കും എടുത്തു വെച്ച് അത് ഒറിജിനലാണ് എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്ത വ്യക്തിയാണ് ഈ പുള്ളി. അപ്പോൾ ഇവന്റെ വിവരം നമ്മൾക്ക് മനസ്സിലാക്കാം. ഏതാണ് ഒറിജിനൽ, ഏതാണ് AI എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവൻ്റെ മിസ്റ്റേക്കായിട്ട് അല്ലെങ്കിൽ അറിവില്ലായ്മയായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇനിയെങ്കിലും നവാസ് ഒന്ന് മനസ്സിലാക്കുക, 30-ാം ദിവസം എന്നുള്ളതല്ല, 30-ാം ദിവസത്തിലേക്ക് എന്നുള്ളതാണ്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം 330 കോടി ഗ്രോസ് കളക്ഷൻ എന്നുള്ളതാണ്. എടേ മന്തു, ആരുടെ പറഞ്ഞത് 330 കോടി ഗ്രോസ് കളക്ഷൻ എന്ന്? എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു മോഹൻലാൽ ആരാധകരും അത് പറഞ്ഞിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലുമില്ല. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് കളക്ഷൻ പ്ലസ് ബിസിനസ് ആണ് 330 കോടി എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഓരോ ദിവസവും കളക്ഷൻ സംസാരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കൃത്യമായി ഓരോ ദിവസത്തെയും കളക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ദൃശ്യം 3ക്ക് വന്നിരിക്കുന്ന കളക്ഷൻ 238 കോടിക്ക് മുകളിലാണ്. അങ്ങനെയാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക്. ബാക്കിയുള്ളത് ബിസിനസ് ആണ്. അല്ലാതെ ഒരാൾ 330 കോടി ഗ്രോസ് എന്ന് പറഞ്ഞിട്ടില്ല.
നിന്റെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ടിട്ട് മോഹൻലാൽ ഫാൻസ് ആണ് അത് പറഞ്ഞത് എന്ന് നീ പറയണ്ട. അത് നിന്റെ മിസ്റ്റേക്കാടേ, അത് നീ മനസ്സിലാക്കുക. മറ്റൊന്ന്, എന്നെ പോലുള്ള ആൾക്കാരാണ് മോഹൻലാലിന്റെ ശാപം എന്നാണ് ഈ പുള്ളി പറയുന്നത്. എടേ, ഞാനത് തിരിച്ചല്ലടേ പറയേണ്ടത്. നിന്നെ പോലുള്ള ആൾക്കാരാണ് മമ്മൂക്കയുടെ ശാപം എന്നുള്ളതല്ലേ ഞാൻ പറയേണ്ടത്. നിന്റെ ആ ബസൂക്ക ആ വീഡിയോ ഞാൻ കണ്ടതാണ് മോനെ. സിനിമ ഇറങ്ങുന്നതിന് മുൻപേ പുള്ളിയോട് ആരോ പറഞ്ഞു അവസാന 20 മിനിറ്റ് വേറെ ലെവലാണെന്ന്. അതും പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്യാൻ തുടങ്ങി. അവസാന 20 മിനിറ്റ് ലോകോത്തരം, ഗംഭീരം, മലയാള സിനിമയിൽ ഇന്ന് വരെ കാണാത്ത മഹാത്ഭുതം, മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞ് നീ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടതാണ്. അത് ഞാനങ്ങ് പോട്ടെ എന്ന് വെക്കും. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരിക്കും നിന്റെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സിനിമ ഇറങ്ങിയതിന് ശേഷവും നീ അതേ ഡയലോഗ് അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പടം കണ്ടു കഴിഞ്ഞിട്ടും ഇവൻ അതേ ഡയലോഗാണ്. അതായത് സിനിമ വേറെ ലെവൽ തരംഗമാണ്. ബസൂക്കയിൽ മമ്മൂട്ടി അഴിഞ്ഞാടി അവസാന 20 മിനിറ്റ് എല്ലാവരും തിയേറ്ററിന്റെ മുകളിൽ കയറി നിന്ന് താണ്ഡവമാടുകയായിരുന്നു. അമ്മാതിരി തള്ളായിരുന്നു. എന്നിട്ട് എന്തടേ ബസൂക്ക പൊട്ടിയത്? എടേ, നിന്റെ തള്ള്, നീയാണ് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ തള്ള് നിർത്തിയാൽ തന്നെ പല സിനിമകളും രക്ഷപ്പെട്ടേനെ. ബസൂക്കയെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു മമ്മൂക്കയെ എയറിൽ കയറ്റുന്നില്ല. ഇവനെ പോലുള്ള ആൾക്കാർ എയറിൽ കയറ്റാൻ മാക്സിമം ശ്രമിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നീ പറഞ്ഞു ദൃശ്യം 3 നിനക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ആവറേജ് ആണ് എന്ന്. തീർച്ചയായും ഞാനത് അംഗീകരിക്കുന്നു. അത് നിന്റെ ഇഷ്ടമാണ്, നിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതിൽ ഞാൻ കൈകടത്തില്ല. നിനക്ക് ബസൂക്ക സൂപ്പറാണ്, മാമാങ്കം സൂപ്പറാണ്, പാട്രിയറ്റ് സൂപ്പറാണ്, ദൃശ്യം 3 നിനക്ക് ഇഷ്ടമായില്ല. അതുപോലെ ചത്താപ്പച്ചയിൽ മമ്മൂട്ടിയുടെ പ്രകടനം ലോകോത്തരമാണ്, ഗംഭീരമാണ്. അതൊക്കെ നിന്റെ അഭിപ്രായമാണ്, നിന്റെ സിനിമയോടുള്ള സമീപനമാണ്. അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല. അത് നിന്റെ മാത്രം അഭിപ്രായമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. പക്ഷെ സിനിമയുടെ കളക്ഷൻ അത്രയായിട്ടില്ല, അവർ ഇത് തള്ളി എന്നൊക്കെ ഇല്ലാത്തത് പറയുമ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നീ പറഞ്ഞു സിനിമയുടെ കളക്ഷൻ തള്ളാണ് എന്ന്. ശരി, നീ പറയും ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് എത്ര കോടിയാണ് ഗ്രോസ് കളക്ഷൻ കിട്ടിയത്, എത്ര കോടിയാണ് ബിസിനസ്? നീ എല്ലാം തള്ളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. നീ പറയും നിന്റെ അറിവിൽ എത്രയാണ്? അങ്ങനെ നിനക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ നീ ഈ പറയുന്നത് എല്ലാം തള്ളാണ് എന്ന്. അപ്പോൾ നിന്റെ അറിവിൽ എത്രയാണ് എന്നൊന്ന് പറയും. പിന്നെ നിന്റെ വീഡിയോയുടെ അവസാനം നീ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കുള്ള മറുപടി നിന്റെ കമന്റ് ബോക്സിൽ എല്ലാവരും കൊടുക്കണം എന്ന്. നിന്റെ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്ക്. അതിൽ ആർക്കുള്ള മറുപടിയാണ് എന്ന് നിനക്ക് മനസ്സിലാവും. എൻ്റെ കമന്റ് ബോക്സിലും നിനക്കുള്ള ചീത്തവിളിയാണ്, നിന്റെ കമന്റ് ബോക്സിലും നിനക്കുള്ള ചീത്തവിളിയാണ്. ഇടേ, അപ്പോഴെങ്കിലും ചിന്തിച്ചൂടേ നീ പറയുന്നത് വിഡ്ഢിത്തമാണ് എന്ന്. നിന്റെ കൂടെയുള്ള ആൾക്കാർ പോലും കമന്റ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായിട്ട് അറിയാം വീണ്ടും മമ്മൂക്കയെ എയറിൽ കയറ്റാൻ വേണ്ടി നീ ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച്. അതുകൊണ്ടാണ് അവർ കൂടുതൽ കമന്റുകൾ ചെയ്യാത്തത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിന്നെ കളിയാക്കിക്കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ അറിയാം. ഞാനത് ചെയ്യാത്തത് നിന്റെ വിവരമില്ലായ്മ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. എന്തായാലും ആ കരഞ്ഞുകൊണ്ടുള്ള ചിരി അതെനിക്കിഷ്ടമായി. അത് നീ എപ്പോഴും കൊണ്ടു നടക്കണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.